അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ഇവിടെ പ്രകടിപ്പിച്ച പൊതുവായ അഭിപ്രായത്തോട് ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജമീല സ്കൂൾ ലീഡറായി, ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അവരൊരു നേതൃഗുണം കാണിക്കാൻ തുടങ്ങി എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 95-ലാണ് ആദ്യമായി കോഴിക്കോട്ടെ തലക്കുളത്ത് പഞ്ചായത്തിൽ അവർ പഞ്ചായത്ത് അംഗമാവുന്നതും അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നെല്ലാവരും കൂടെ സൂചിപ്പിക്കേണ്ടായി. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ സ്ഥിരം സമിതി അധ്യക്ഷയായി അവരുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയി. അതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് 2005 തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് തലക്കുളത്തൂർ അവിടെ നിന്ന് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 2010-ലും 2020-ലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 അവർ കേരള നിയമസഭയിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അതേവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമാണ്. മലബാർ മേഖലയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത എന്നതുകൂടിയാണ് ഞാൻ അവരെക്കുറിച്ച് ഓർക്കുന്നത്. ശ്രീമതി കാനത്തിൽ ജമീല വളരെ നല്ല നിലയിലാണ് MLA എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം ഈ നമ്മുടെ നിയമസഭാ വേദിയിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ എല്ലാ പടികളും ചവിട്ടി കയറി മുന്നോട്ട് വന്ന സഖാവാണ്. 21-ൽ MLA എന്ന നിലയിൽ അവരുടെ ഇരുത്തം വന്ന ഒരു നേതാവിൻ്റെ പ്രത്യേകതയോടുകൂടിയുള്ള പ്രകടനങ്ങളും അഭിപ്രായങ്ങളും പ്രസംഗങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വീട്ടിടങ്ങളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് 67 വർഷങ്ങൾക്ക് ശേഷമാണ് ജനകീയ ആസൂത്രണ സംവിധാനം നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഭരണരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം അതിലൂടെ മികവ് തെളിയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് ആ പഞ്ചായത്ത് ഭരണത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള പ്രത്യേകമായ കഴിവുകൾ, കുടിവെള്ളക്ഷാമത്തെ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാനും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ശ്രീമതി ജമീല നടത്തിയിട്ടുള്ള പ്രധാന ഇടപെടൽ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ കുത്തിയിരിപ്പ് സമരം അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. MLA ആയിരിക്കെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്താനും ജമീലയ്ക്ക് കഴിഞ്ഞു എന്ന് നാം എല്ലാവർക്കും അറിയാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിസരവാസികളുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെട്ടതോടെ ദേശീയപാത അധികൃതർക്കും നിർമ്മാണ കമ്പനിക്കാർക്കുമെതിരെ കടുത്ത നിലപാടുമായി ജമീല രംഗത്ത് എത്തുകയുണ്ടായി. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനമാണ് നിയമസഭാ അംഗം എന്ന രീതിയിൽ അവരിവിടെ കാണിച്ചിട്ടുള്ളത്. അവരുടെ പരിശോധനയിൽ അസുഖബാധിതയായി വന്നതിന് ശേഷവും അവർ ആ രോഗം ബാധിച്ച ശേഷവും അവരുടെ കഴിവുകൾ വിവിധ മണ്ഡലങ്ങൾ പഞ്ചായത്തിലും നമ്മുടെ നിയമസഭയിലുമൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി. അകാലത്ത് നമ്മളെ വിട്ടുപോയ പ്രിയ സഖാവിൻ്റെ വേർപാടിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിട്ടു.